അപ്പോൾ ഇന്ന് നമുക്ക് ഷാൻഡിയുടെ ചെടികളൊക്കെ കണ്ടാലോ. ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ബോഗൺവില്ലാസ്. ഇതൊരു ടൈപ്പ് ഓഫ് ജാസ്മിൻ പ്ലാന്റ് ആണ്. ഇത് അവിടുത്തെ പില്ലറിലേക്ക് പടർത്തിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഞാൻ കൊടുത്തതാണ് ഉഷച്ചിക്ക്. ഒരുപാട് ടൈപ്പ് ഓഫ് ചെമ്പരത്തി പൂക്കൾ ഉണ്ട് കേട്ടോ ഇവിടെ. വെറൈറ്റീസ് ആണ്, നല്ല ഭംഗിയുണ്ട് ഓരോന്നും കാണാനായിട്ട്. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും യെല്ലോ ആണ്. ഇവരുടെ വീട് നിൽക്കുന്ന സ്ഥലം നല്ല ഹൈറ്റ് ആണ്, അപ്പം നല്ല വെയിലുള്ള ഒരു ഭാഗത്തായതുകൊണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് പൂത്ത് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ആന്തൂര്യം പ്ലാന്റ് കാണുമ്പം അതിൻ്റെ ഫ്ലവറിൻ്റെ വലുപ്പം കാണുമ്പോൾ മനസ്സിലാവും കറക്റ്റ് ടൈമിന് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നതും അതിൻ്റെ അളവും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാ പ്ലാന്റ്സും ഇത്ര ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കലാത്തി അതുപോലെ തന്നെ കുറേ വെറൈറ്റി കലാത്തിയുണ്ട്, പിന്നെ ഗ്രാസും. പിന്നെ ഈ കാണുന്ന 3 പാം ട്രീസ് ആണ് ഇവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. നമ്മളിവിടേക്ക് ഇവരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദൂരത്തുനിന്ന് അത് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഞങ്ങളിതൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇവരുടെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കുറച്ച് പ്ലാന്റ്സ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാന്റ്സ് ഷെയർ ചെയ്യുന്നവരാണ്. ഞങ്ങൾ കഴിയുന്നതും പുറത്തുനിന്ന് വാങ്ങുന്നത് വളരെ കുറവാണ്. അധികവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യാറാണ് പതിവ്. ഡെക്കറേറ്റീവ് പ്ലാന്റ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സും കൂടാതെ ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. മുളകിൻ്റെ വെറൈറ്റീസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കൂടാതെ കുറ്റിക്കുരുമുളകിൻ്റെ ചെടിയാണിത്. ഇത് നിറച്ചും കായ്ച്ചു നിൽപ്പുണ്ട്. അതുപോലെ തന്നെ മുറ്റത്തുള്ള മാവിലുള്ളതാണ് കേട്ടോ ഈ മാങ്ങകൾ. അപ്പോൾ അതുകൂടാതെ പൂത്ത് നിൽപ്പുണ്ട്. ചെറിയ ചെറിയ ഉണ്ണിമാങ്ങകൾ ഉണ്ടായി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ മാവ് കണ്ടാൽ അതിശയം തോന്നും, കുഞ്ഞി മാവാണ്. ഒരു ഭാഗത്തായിട്ട് കുറച്ച് ചീരവിത്ത് പാകിയിട്ടുണ്ട്. ചുവപ്പ് ചീരേൻ്റെ വിത്താണ്, അപ്പോൾ ഒക്കെ മുളച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കൊടുത്ത തൈ, മാതളത്തിൻ്റെ തൈ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സീതാപ്പഴത്തിൻ്റെ പ്ലാന്റാണ്. അതുകൂടാതെ റംബൂട്ടാൻ്റെ ഒരു മരമുണ്ട് ചെറുത്. പിന്നെ നമ്മുടെ ജാമ്പക്ക നിറച്ചും കായ്ച്ച് നിൽപ്പുണ്ട്, നല്ല കൊലകൊലയായിട്ട്. അവിടെ തന്നെ ഒരു ഭാഗത്തായിട്ട് പേരക്ക മരമുണ്ട്. അതുകൂടാതെ ലെമണിൻ്റെ പ്ലാന്റാണിത്. അതിൽ പച്ചയും യെല്ലോ കളർ ലെമണും നല്ലോണം കായ്ച്ച് നിൽപ്പുണ്ട്. അതിനടുത്തായിട്ട് തന്നെ കരുവേപ്പില തൈയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ തൈ ഒരുപാട് ചട്ടികളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാകിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും കിട്ടി 2-3 എണ്ണം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അവരെ വിസിറ്റ് ചെയ്യാനായിട്ട് സാമിൻ്റെ വെളിച്ചം വരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ മാവിലെ മാങ്ങേൻ്റെ ഫോട്ടോസൊക്കെ എടുത്തോ, ഇത്രയൊന്നുമല്ല മാങ്ങ, ഒരുപാട് മാങ്ങ ഉണ്ടാകുന്ന ഒരു മാവാണെന്നൊക്കെ പറഞ്ഞു. പുള്ളിയും വൈഫും ഇപ്പോൾ താമസിക്കുന്ന എറണാകുളത്താണ്. ഇലക്ഷന് വോട്ട് ചെയ്യാനായിട്ട് വന്നതാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു നിന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് സാമിൻ്റെ വൈഫ് രഹന. പിന്നെ ഷീച്ചിൻ്റെ മോളാണിത് സന്ധ്യ, സന്ധ്യൻ്റെ ഹസ്ബൻഡ് സുബിൻ. എത്ര യാത്ര പറഞ്ഞാലും പിന്നെയും കുറച്ച് നേരം സംസാരിച്ചിരിക്കുന്നതാണ് കേട്ടോ ഞങ്ങളുടെ എവിടെ പോയാലും ഉള്ള പതിവാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. ആ സമയത്ത് കുട്ടിപ്പട്ടാളങ്ങൾ അവരുടെ നെയ്ബറിൻ്റെ വീട്ടിൽ അവിടെ കളിയിലാണ്. അതിൻ്റെ ഇടയിലാണ് അവരെല്ലാവരും ബായ് പറഞ്ഞത്.